അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം കണ്ടില്ലേ, നല്ല മഴ പെയ്തതാണ്. മഴ പെയ്തതോടുകൂടി ഞങ്ങൾ വീടിൻ്റെ രണ്ട് സൈഡിലുള്ള മരം അങ്ങോട്ട് ചാഞ്ഞു. അതിന്മേൽ കിളി മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ മുട്ടൊക്കെ ഉടഞ്ഞ് വീണിട്ടാ. അത് കാരണം ഭയങ്കര വിഷമമായി. അങ്ങനെ ചെടിയൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് ചെടികളൊക്കെ വെട്ടി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടി കൊടുക്കുകയാണ്. പിന്നെ അത് വേറെ റീപോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രണ്ടാമത് വേറെ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം നല്ല മഴ പെയ്ത കാരണം നല്ല നനവുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം മഴ പെയ്ത് കിട്ടിയിട്ടുണ്ട്. ഭൂമിക്ക് നല്ല നനവ്. അത്രയും ഒരു 3:30 ടൈമിലാണ് മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ അത്താഴത്തിന് നീക്കുന്ന ആ സമയത്തായിരുന്നു മഴ ഉണ്ടായിരുന്നത്. അപ്പോൾ 1 മണിക്കൂറോളം നല്ല കൂടുതലായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പുതിനയുടെ ഇല പൊട്ടിച്ച് ഒന്ന് വേറെ ഇതിലേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം തിക്കായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ പുതിനനെ ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ടാണ് കുഴിച്ചിടുക. അപ്പോൾ കുറേ ചുറ്റുഭാഗമൊക്കെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവണതിനെ വീണ്ടും കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേറെ ചാക്കിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലത്തെ മഴ ഉള്ളതുകൊണ്ട് മണ്ണൊക്കെ നന്നായിട്ട് നനവുണ്ടായിരുന്നു. അപ്പോൾ കിളക്കാനൊന്നും അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് കിളച്ചെടുക്കാൻ പറ്റുണ്ടായിരുന്നു. മണ്ണൊക്കെ നന്നായിട്ട് നനവ് കുതിർന്ന കാരണം നല്ല സുഖമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ പുതിനേൻ്റെ ഇലയൊക്കെ ഒന്ന് ആ ചെടീനൊക്കെ ഒന്ന് പിടിപ്പിച്ചു. അതുപോലെ തന്നെ ഇതിപോലെ തന്നെ ഒരു മിൻറ്റിൻ്റെ ഇല ഉണ്ട്, പുതിന എന്ന് തന്നെ അതിന് പറയുക. പക്ഷേ അത് വെള്ളം കലക്കാനൊക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഇല. അപ്പോൾ അതിന് ഞാൻ വെട്ടി കൊടുത്ത് എന്നിട്ട് വേറെ ചാക്കിൽ മണ്ണാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ടുണ്ടാവുന്നത് തന്നെയാണ് കേട്ടോ. ഇതുപോലെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ചുറ്റുഭാഗമുള്ള ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വെട്ടി കൊടുത്ത് വീണ്ടും വേഗം പൊടിച്ച് വരും കേട്ടോ. നമ്മൾ ചെറുനാരങ്ങ കലക്കുമ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു 2 അല്ലി ആ നാരങ്ങയുടെ കൂടെ ഇട്ട് കൊടുത്ത് മിക്സിയിലിട്ട് കൊടുത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. നല്ല ടേസ്റ്റ്. ഒരു ഗ്യാസൊക്കെയാണ് നമ്മളെ തൊണ്ടയിലുള്ള ഒരു ഇതിനൊക്കെ നല്ല സുഖം കിട്ടും കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാൻ വെച്ചു. പിന്നെ കുറച്ച് ചീരയും പൊട്ടിച്ചിട്ട് കുളം തൊട്ട് വീഡിയോ. ഓക്കെ, താങ്ക് യു.